പക്ഷെ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വേണമെന്നാണല്ലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ സൈൻ ചെയ്തിട്ടുമുണ്ട്. ഒപ്പിടുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്താ? അത് മാഡം, അപ്പോഴത്തെ എന്റെ അവസ്ഥ വേറെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മറ്റൊന്ന്. എന്താണാവോ അവസ്ഥ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്ക് പെട്ടെന്നാണ് അറിയാൻ. മേഘനെ, ചേച്ചി, എടത്തി, എന്താ സംഭവിച്ചത്? എന്താ പെട്ടെന്ന് കുഴഞ്ഞു വീണുപോയത്? ഞാൻ പ്രഗ്നന്റ് ആണ് മാഡം. മേഘന പ്രഗ്നന്റോ? മിസ്റ്റർ മിഥുൻ ആൻഡ് മേഘന, ഇപ്പോഴിങ്ങനൊരു തീരുമാനത്തിലെത്തിയത് വളരെ നിർഭാഗ്യകരമാണ്. മേഘനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോടതി ഒരു കാരണവശാലും ഡിവോഴ്സ് തരില്ല. കാരണം നിങ്ങളെക്കുറിച്ചല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കാരണം മറ്റൊരു ജീവൻ കൂടി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ. എന്തായാലും ഇനിയിപ്പോൾ ഈ വിവാഹമോചനം നടക്കില്ല. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള യഥാർത്ഥ തീയതിയിലേക്ക് തന്നെ ഈ കേസ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യാൻ തന്നെയാണ് ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉടൻ ഹാജരാക്കണമെന്നും കോടതി കൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തൽക്കാലം ഈ വിവാഹമോചനം കോടതി നടത്തി തരില്ല. The court is adjourned. മേഘന ഒന്ന് നിന്നേ. എന്താ നിനക്ക് പറ്റിയത്? എനിക്കെന്താ പറ്റിയെന്ന് ചോദിച്ചാ എന്തു പറ്റാനാ? നീ ഇപ്പൊ ഒരു വലിയ നുണയെ ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മേഘനെ. എന്തിനെങ്ങനെ ഒരു നാടകം കളിക്കുന്നേ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാ ഈ ലോകം എന്നോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? അങ്ങനെ ലോകത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്കിപ്പോ നേരമില്ല മേഘനെ. എനിക്ക് എന്റെ കാര്യത്തിലെ വ്യക്തത വേണ്ടത്. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത്. നീ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന എന്തിനാ?
സത്യം പറയണം മേഘനെ. നീ പ്രഗ്നന്റ് ആണെന്ന് നുണ പറഞ്ഞതല്ലേ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി നീ കളിക്കുന്ന പുതിയ നാടകമല്ലിത്. ഈ മൗനം മറുപടിയായി സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല മേഘനെ. പറയേ. മിഥുൻ, അവളെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? സ്വന്തം നിലനിൽപ്പ് മാത്രം ഉദ്ദേശിച്ച ഓരോ തവണ അവൾ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുന്നത്. അവള് വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തിക്കാൻ ഏതറ്റം വരെ തരം താഴാനും അവള് മടിക്കില്ല. ഹ, അതേ ആയുധം അവള് വീണ്ടും പ്രയോഗിച്ചിരിക്കുക. മഞ്ജരി, അറിയാൻ വയ്യാത്ത കാര്യങ്ങളില് വേണ്ടാത്ത അഭിപ്രായം പറഞ്ഞോണ്ട് വരരുത്. ഒന്നുകിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്ക്, അല്ലെങ്കിൽ നീ വിവരം അറിയും പറഞ്ഞേക്കാം. മഞ്ജരിയെ പേടിപ്പിക്കാൻ നോക്കുന്നത് എന്തിനാ മേഘനെ? നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? കള്ളവും ചതിയും മാൾമാറാട്ടം ഒക്കെ നിന്റെ കൂടെ പിറന്നതല്ലേ? തുടക്കം തൊട്ടേ നന്ദൻ കുടുംബത്തെ തറ പറ്റിക്കാൻ ശപഥം ചെയ്തോണ്ടാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ വീട്ടിലുള്ള ഓരോരുത്തരോടും പക വീട്ടാൻ വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും നീ ചെയ്യുന്നത് അതല്ലേ? പ്രിയമതേ, ഇനി നീ മിണ്ടി പോകരുത്. ഉള്ളില് ജീവന്റെ ഒരു തുടുപ്പില്ലാന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും നുണ പറയോ? അങ്ങനെ ഒരു ദയനീയാവസ്ഥ മേഘനയ്ക്കില്ലതാനും. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് സമ്മതിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇത് മേഘനയായി പോയില്ലേ. സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി ഇവള് ഏതറ്റം വരെ പോകാനും മടിക്കില്ല. കഴിവതും അവളെ ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കാൻ നോക്കുമ്പോ നമ്മുടെ തീരുമാനത്തെ പരാജയപ്പെടുത്താൻ ഇങ്ങനെ ഓരോ പുതിയ അവതാരമായിട്ട് വന്നോളൂ ഇവള്. ചെറിയമ്മയ്ക്ക് ഇങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങൾ എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല, ചേർത്ത് നിർത്താൻ പ്രയത്നിച്ചിട്ടുമില്ല. തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിങ്ങൾക്ക്. കുറ്റങ്ങൾ ആരോപിക്കാൻ മിടിക്കുകയാണ് നിങ്ങൾ. അപ്പൊ പിന്നെ ചെറിയമ്മ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുക. മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ മേഘന. ഞാനല്ലേ ചോദിച്ചത്? എന്നോട് നീ ഉത്തരം പറ. നീ പ്രഗ്നന്റ് ആവാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ മാത്രമുള്ളപ്പോ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു നിങ്ങളിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചത്. ഇപ്പൊ ആ ചോദ്യം എല്ലാവരുടേതുമായിരിക്കാണ്. അതുകൊണ്ട് മറുപടിയും എല്ലാവരോടും കൂടി ചേർന്ന് പറയാം എന്ന് എല്ലാവരും കേട്ടോളൂ. ഞാൻ ഗർഭിണിയാവാനുള്ള കാരണം നമ്മുടെ ടർക്കി യാത്രയാണ്. നീ എന്തിനുള്ള പുറപ്പാടാ? പുതിയ കെട്ടുകഥയായിട്ട് വന്നിരിക്കുകയാണോ? നീ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കും മഞ്ജരി. അന്ന് രാത്രി മിഥുനേട്ടൻ മൂക്കറ്റം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പരിസരബോധം പോലും ഇല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ. അന്ന് രാത്രി മഞ്ജരി ഉറങ്ങിയതിനു ശേഷം നിങ്ങളുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടതുകൊണ്ടാ ഞാൻ എവിടേക്ക് വന്നത്. മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു നിങ്ങൾ. ബെഡിൽ നിന്നും താഴേക്ക് ഉയർന്നു വീഴായിരുന്നു.
അപ്പൊ ഞാനാണ് നിങ്ങളെ വീണ്ടും ബെഡിലേക്ക് എടുത്ത് കിടത്താൻ ശ്രമിച്ചത്. ആ സമയത്ത് മതിയോ മഞ്ജരി? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇതിൽ കൂടുതൽ വിവരിക്കാനാവില്ല. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല മേഘനെ. അതിന് വല്ല വെളിവും ഉണ്ടായിരുന്നിട്ട് വേണ്ടേ? എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മിഥുൻ, മേഘന പറയുന്നത് പച്ചക്കള്ളോ? അത് സത്യമായിരുന്നെങ്കിൽ ഇതുവരെ എന്തുകൊണ്ട് അതേക്കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ടെന്നാൽ അപ്പൊ നിങ്ങൾ എന്നെ മേഘനന്ദയായിട്ടാണ് കണ്ടത്. അതൊക്കെ പറഞ്ഞ ഞാൻ മേഘനയാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു പറയണം? അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പേഴ്സണൽ കാര്യങ്ങളാ. അതൊക്കെ ഞാനെന്തിനാ നാട്ടുകാരോട് വിളിച്ചു പറയുന്നത്? അതെ അതെ അതെ, കവറപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിനക്ക് നല്ല മെടുക്കാം. ഇതെന്തൊരു വൃത്തിയേടാ! ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മരുമോള് കുടുംബത്തിന്റെ അനന്തരാവകാശി വയറ്റി ചുമക്കുമ്പോ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതിന് ഇവിടെ എല്ലാം മറിച്ചാണല്ലോ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പൊ എല്ലാവരും കൂടി കോടതിയിലെ ക്രോസ് വിസ്താരം ചെയ്യുന്ന പോലെയാണല്ലോ. അരിച്ചു പെറുക്കി ഇനി ആ കുഞ്ഞിനെയും ചവിട്ടി പുറത്താക്കാനാണോ? നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെ ഈ വീട്ടിലെ മരുമകളായി വാഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ മരുമോക്ക് ഗർഭം ഉണ്ടായ ഞങ്ങൾക്കെന്ത്? അവളൊരു കുഞ്ഞിനെ പ്രസവിച്ച ഞങ്ങൾക്കെന്ത്? പ്രിയമതേ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നീ കുറച്ചുകൂടി സൂക്ഷിക്കണം. ഔചിത്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ട സമയമല്ലിത്. പിന്നല്ലാണ്ട് ഞാൻ എന്താ പറയേണ്ട ചേട്ടാ? ഇന്നലെ വരെ ഇല്ലാണ്ടിരുന്ന ദിവ്യഗർഭം ഇന്ന് കോടതി വെച്ച് എങ്ങനെ പെട്ടെന്നുണ്ടായി? ഒരു തലകറക്കവും ഇല്ല, ഛർദിലും ഇല്ല. പക്ഷെ കോടതിയുടെ പടി ചവിട്ടിയതും വയറ്റിൽ ഒരു കുരുത്തത്രേ. ഇത് വല്ലൊരു വിശ്വസിക്കുന്നതാണോ എന്റെ ചേട്ടാ? നീ ഒന്നും മിണ്ടാതിരിക്കെ. നിന്റെ കണ്ണുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീ താൻ ഗർഭിണിയാണെന്ന് ഏതൊരവസ്ഥയിലും നുണ പറയില്ല. അരുണിമേച്ചി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ എന്താ പറയേണ്ടത് പ്രിയമതേ? മിഥുന്റെയും മേഘനയുടെയും സുരക്ഷയോർത്ത അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഞാൻ ഇത്രയേറെ പെടാപ്പാട് പെട്ടത്. പക്ഷെ ഇങ്ങനൊരവസ്ഥയില് അവള് ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മനസ്സിപ്പാകെ കലങ്ങി മറിഞ്ഞിരിക്കാൻ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അയ്യോ അരുണിമേച്ചി, അത് വെറും കള്ളഗർഭോ. അവളുടെ വയറ്റിൽ ഒരു പുഴു പോലും ഉണ്ടാവില്ല. ഇതെന്താ ഇതുവരെ നിങ്ങൾക്കാർക്കും മനസ്സിലാവാതെ? മോം സംസാരിക്കുന്നത് എത്ര തരം താഴ്ന്ന രീതിയിലാ. ഏട്ടത്തിയമ്മ പ്രഗ്നന്റ് ആയതിൽ മോം സന്തോഷിക്കുന്നില്ലെങ്കിലും സാരമില്ല. പക്ഷെ ഞങ്ങളുടെ ഏട്ടത്തിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കരുത്. സംസാരിക്കുന്നില്ല. ഈ സംശയങ്ങൾക്കെല്ലാം ഒരു നിവാരണം ഉണ്ടാവണമെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്താ പോരെ? അതിനൊരു പോംവഴി നമ്മൾ കണ്ടുപിടിക്കാം. ഇത് കള്ളഗർഭമാണോ സത്യമാണോ എന്ന് രണ്ടിലൊന്ന് ഇപ്പൊ തെളിഞ്ഞേ തീരൂ. എന്തിനെല്ലാരും എന്നെ നോക്കുന്നേ? മേഘനയുടെ വാക്കുകളെ മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ എന്തിനാ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദിസ് മോം? ഏട്ടത്തിയമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇതിനൊരു ഡോക്ടർ ഒന്ന് സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം എന്താ? കാര്യമുണ്ട് വിവേക്. ഡോക്ടർ സർട്ടിഫൈ ചെയ്തേ മതിയാവൂ. എന്നാലേ മേഘന പറയുന്നത് സത്യമാണോ കള്ളമാണെന്ന് നമുക്ക് ഉറപ്പിക്കാനാവൂ.
അരുണിമേച്ചി എന്ത് പറയുന്നു? എനിക്ക് ആരെയും കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല എന്ന് കരുതി ആരുടെയും സംശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ തയ്യാറല്ല. എല്ലാവരുടെയും മനസ്സിൽ അത്രയേറെ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ വിളിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇന്ന് അങ്ങനെയാവട്ടെ. വിവേക്, നമ്മുടെ ഫാമിലി ഡോക്ടർ അശ്വതി ഒന്ന് വിളിച്ചു വരുത്ത. ആയിക്കോട്ടെ വല്യമ്മേ. വരൂ ഡോക്ടർ. എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞു വരുത്തി? ഈ മേഘനയെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ ഒന്ന് നോക്കിയേ. എന്ന് വരൂ മേഘന. നെല്ലും പതിരും തമ്മിൽ വേർതിരിയാൻ ഇനി അധിക നേരമൊന്നുമില്ല. മേഘനയുടെ സകല കള്ളത്തരങ്ങൾക്കും ഇന്നത്തോടു കൂടി ഒരു അറുതി ഉണ്ടാവും. അവളെ ഗർഭിണിയല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ അടുത്താണ് അവൾ അവളുടെ മിടുക്ക് കാണിച്ചോണ്ട് വരുന്നത്. അത്രയ്ക്ക് മണ്ടന്മാരാണോ ഈ ഫാമിലിയിലുള്ളത്? റിസൾട്ട് വരട്ടെ. മോം, ഡോക്ടർ വന്നു കഴിഞ്ഞില്ലേ? അവരകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത വർത്തമാനം? ഡോക്ടർ വന്ന് റിസൾട്ട് പറയുന്നത് വരെ അവിടെ ഒന്നും മിണ്ടാതിരുന്നൂടെ? ഡോക്ടർ, മേഘനയ്ക്ക് ഗർഭമൊന്നുമില്ലല്ലോ. അവള് പറയുന്ന പച്ച കള്ളമല്ലേ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും അവള് കബളിപ്പിക്കാൻ ശ്രമിക്കല്ലേ? ഏതൊരു കാര്യത്തിലും ആളുകളെ പറ്റിക്കാം, പക്ഷെ ഇക്കാര്യത്തിൽ ഒരു ഡോക്ടറെ പറ്റിക്കാനാവില്ല. എന്നുവെച്ചാ ഗർഭിണി അല്ലാന്ന് തെളിഞ്ഞു അല്ലേ? ഷീസ് പ്രഗ്നന്റ്. തൽക്കാലം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് മെഡിസിൻസ് റൂമിൽ വെച്ചിട്ടുണ്ട്, അത് കൊടുത്താൽ മതി. ടേക്ക് കെയർ മേഘന. എന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ. പ്രിയമ്മതേ, ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? മേഘന ഗർഭിണിയാണെന്നുള്ളത് ഡോക്ടർ ഇപ്പൊ തീർത്ത് പറഞ്ഞല്ലോ. ഇനിയെങ്കിലും നീ എന്റെ മരുമോളെ വിശ്വസിക്കോ?